ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം. തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? ആദ്യ ഭർത്താവ് മൊഴി ചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്ന് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല. പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പറഞ്ഞിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ്. എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ. ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ട് എന്തിനു നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മധുവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കാക്കറിയാമോ? ഇക്കാക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കു കൊടുത്തിരിക്കുകയാണ്. നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം. ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യ് സജന, സത്യം ചെയ്യേ. പാൽ.
മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം, അനുഭവത്തിൽ മാത്രം അന്യരും. ഞാൻ എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്? പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. എനിക്കിനിയും കല്യാണം? നിങ്ങൾക്ക് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് ഞാൻ തീർത്തു പറയാം. ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല. ഹിറംലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയായി മാത്രം ഞാൻ ഇനി ജീവിക്കാം. സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരുന്നാട്ടെ. ഞാൻ മാമയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. മാമ ഒരു ഉപ്പാപ്പയാകാൻ പോകുന്നു. എന്നുവെച്ചാൽ ഈ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഒരു ബാപ്പയാകാൻ പോകുന്നു എന്ന്. ഇപ്പൊ നിങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർന്നില്ലേ? ഞാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞേനെ. നേരാണ്, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. ഇന്നലത്തെ കാറ്റില് നമ്മുടെ പുറയ്ക്ക് മുകളിൽ തെങ്ങ് വീണു. 4,000 രൂപ ഉണ്ടെങ്കിലേ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റും. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും ഇല്ല. അതിനെന്താ, മാമാക്ക് പണമല്ലേ വേണ്ടൂ? ഞാൻ തരാമല്ലോ. വന്നാട്ടെ. ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം. അതിനൊരു ഗുളി എഴുതി തരാം. ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. താങ്ക് യു ഡോക്ടർ. വരട്ടെ. പള്ളയിലുള്ള സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കട്ടിലേ കയറി കിടക്കുന്നത് നല്ലതല്ല. അടിച്ചു വാരോ, നെല്ല് കുത്തോ, അരയ്ക്കോ ഇടിക്കോ പൊടിക്കോ ഒക്കെ ചെയ്യേണ്ടതാ. ആ, സുഖപ്രസവത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പഴമക്കാര് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന്. ഇരിക്കും. ഈ സമയത്ത് തടി ഇളകിയാൽ കേട് കുഞ്ഞിനായിരിക്കും. ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ.
ഒന്നും നീ എടുത്ത് കഴിക്കണ്ട. സമയത്തിന് ഞാൻ വന്ന് എല്ലാം എടുത്തു തരാം. തൽക്കാലം ഇത് കഴിക്കേ, ചുമയ്ക്കുള്ള മരുന്ന്. തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, എട്ട്. വലിയ കാര്യങ്ങളിലൊന്നും തലയിടണ്ട കേട്ടാ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കുഞ്ഞുമാമ സാഹിബിന്റെ പെണ്ണ് പ്രസവിച്ചു. 8ാം മാസത്തിലാ. എന്താ 8ാം മാസത്തിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാറില്ലേ? എന്റെ അറിവിലില്ല. ആ, പിന്നൊരു കാര്യം, കുഞ്ഞിന് നമ്മുടെ സുൾഫിക്കറിന്റെ ചായയാണത്രേ. അത് ബാപ്പ. എന്താ നീ പറയാമെന്ന്? ഒന്നുമില്ല. സംഗതി നേരായാലും നുണയായാലും നമ്മളായിട്ട് വരുമ്പോഴേ പറയണ്ട. ശരി.